നമുക്ക് പേഷ്യൻസിൽ പലരും അറിയാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് അവരൊരു സെൽഫ് ഡയഗ്നോസിസ് ചെയ്യും. അത് ഇപ്പം ഒരു ഡയബറ്റീസിന്റെ കാര്യത്തിൽ നമ്മൾ കേരളത്തിലൊക്കെ പലരും ഹെൽത്ത് കോൺഷ്യസ് ആണ്. അപ്പം അവരെല്ലാവരും പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കും. ചെയ്ത് നോക്കുന്ന സമയത്ത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഒക്കെ മാറ്റങ്ങൾ കാണും. അപ്പോൾ അവരെന്നെ സെൽഫ് ഡയഗ്നോസ് ചെയ്യും, ഞാൻ ഡയബറ്റിക് ആയി. ഈ റിപ്പോർട്ടും കൊണ്ടാണ് ഡോക്ടറെ അടുത്ത് പോയിട്ട് പറയാം ഞാൻ ഡയബറ്റിക് ആണ്, എനിക്ക് മരുന്ന് തരൂ എന്നുള്ള രീതിയിലാണ് അവർ പറയുക. അതൊരു തെറ്റായ ഒരു, അതായത് ഇപ്പം നമുക്ക് ഇൻഫോർമേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഇപ്പം അതിൽ ശരിക്ക് എല്ലാ പേഷ്യൻസും ഇപ്പം ഓൾറെഡി ഡയബറ്റിക് ആയ പേഷ്യൻസും ഡയബറ്റിക് അല്ലാത്ത പേഷ്യൻസും ചെക്ക് ചെയ്യുമ്പം ഒരു റൂള് എന്തായാലും നിർബന്ധമായും വെക്കേണ്ട ഒന്നാന്ന് വെച്ചാൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നതിന്റെ മിനിമം അതിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ യു ഷുഡ് ബി ഫാസ്റ്റിംഗ് 8 to 12 hours വിത്തൗട്ട് ഫുഡാണ്. അപ്പോൾ നിങ്ങൾ രാവിലെ പോയി 6 മണിക്കോ 7 മണിക്കോ പോയിട്ട് വെറും വയറ്റിൽ ബ്ലഡ് കൊടുക്കുന്ന പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫാസ്റ്റിംഗ് ആയിരിക്കണം. ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ 8 to 12 hours വിത്തൗട്ട് ഫുഡ് എന്ന് പറഞ്ഞാൽ തലേന്ന് രാത്രി 6 മണി 7 മണിക്കുള്ളിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചിരിക്കണം, എന്നിട്ട് മാത്രമേ കൊടുക്കാവൂ. അപ്പോൾ എനിക്ക് ഉണ്ടായ ഒരു പേഷ്യന്റ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവർ രാത്രി 10-10:30 പോയിട്ട് ബിരിയാണിയൊക്കെ കഴിച്ച് നല്ല ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് രാവിലെ പോയിട്ട് തന്നെ നേരത്തെ പോയിട്ട് ബ്ലഡ് കൊടുത്തു. എന്നിട്ട് ഫ്ലക്ച്വേഷൻ കണ്ടുപാടെ തന്നെ ആള് ടെൻഷനായി, എനിക്ക് ഡയബറ്റിക് ആയി എന്ന് പറഞ്ഞ് പേടിച്ചു, ഞാനും ഡയബറ്റിക് പേഷ്യന്റ് ആയി എന്നൊക്കെ പറഞ്ഞ് ടെൻസ്ഡായി. അപ്പം അങ്ങനെയുള്ളൊരു ആവശ്യമൊന്നുമില്ല. കാരണം കൃത്യമായ രീതിയിൽ ഇതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം എന്നിട്ട് മാത്രമേ ബ്ലഡ് കൊടുക്കാൻ പാടുള്ളൂ.